ഹലോ എവരിവൺ, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. കുരങ്ങന്മാരെ കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. ഈ ലോകത്ത് ഏകദേശം 260 തരം കുരങ്ങന്മാരുണ്ട്. പക്ഷേ അതിൽ തന്നെ വളരെ ചുരുക്കം ചില കുരങ്ങന്മാരെ നമുക്കറിയാൻ സാധ്യതയുള്ളൂ. ഉദാഹരണത്തിന് ഗോറില്ല, ചിമ്പാൻസി, ഒറാങ്ങുട്ടാൻ എന്നീ വിഭാഗങ്ങളെയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ വിചിത്രമായിട്ടുള്ള ചില കുരങ്ങന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണുക, കാരണം ഈ കുരങ്ങന്മാർ നിങ്ങളെ ശരിക്കും അമ്പരപ്പിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, ഗോൾഡൻ സ്നബ് ഡോസ്ഡ് മങ്കി. നീല നിറത്തിലുള്ള മുഖവും സ്വർണ്ണ നിറത്തിലുള്ള ശരീരവും ഗോൾഡൻ സ്നബ് മങ്കിയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കും. ചൈനയിലെ മലനിരകളിലാണ് ഈ കുരങ്ങന്മാരെ കൂടുതലായി കാണപ്പെടാറുള്ളത്. ശക്തമായ മഞ്ഞിനെ ചെറുക്കാൻ ഇവരുടെ ശരീരത്തിന് സാധിക്കും. ആൺകുരങ്ങിന് 1.9 മുതൽ 2.2 അടി വരെ നീളം വരാറുണ്ട്. ഭയപ്പെടുമ്പോഴും ദേഷ്യം വരുമ്പോഴുമാണ് ഈ കുരങ്ങിൻ്റെ മുഖത്ത് നീല കളർ കൂടുതലായി കാണപ്പെടുക. ലോകത്തിലെ ചില സൂകളിൽ ഇവയെ കാണാറുണ്ടെങ്കിലും ഇവയെ വേട്ടയാടൽ ചൈനയിൽ നിരോധിച്ചിരിക്കുകയാണ്. നമ്പർ 9, റെഡ് ഹാൻഡഡ് താമൻ. റെഡ് ഹാൻഡഡ് താമൻ അഥവാ ഗോൾഡ് ഹാൻഡഡ് താമൻ എന്നും ഈ കുരങ്ങുകൾ അറിയപ്പെടാറുണ്ട്. ബ്രസീലിലെ ചില കാടുകളിലാണ് ഈ കുരങ്ങുകളെ കാണപ്പെടുക. വളരെ പെട്ടെന്ന് മരം കയറാനുള്ള കഴിവാണ് ഈ കുരങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത. അതിപ്പോൾ എല്ലാ കുരങ്ങന്മാരും കയറും, എന്നാൽ ഇത് കുറച്ചുകൂടെ ഫാസ്റ്റാണ്. ചെടികളും പ്രാണികളും തവളകളുമാണ് ഇതിൻ്റെ ഇഷ്ട ആഹാരം. തങ്ങളുടെ കൂട്ടത്തിൽ അല്ലാത്ത ആരെങ്കിലും അവിടെ വന്നാൽ അവരെ കൂട്ടം ചേർന്ന് ആക്രമിക്കലും ഇവരുടെ ഹോബിയാണ്. നമ്പർ 8, ഈസ്റ്റ് യാഗൻ ലാംഗർ. ഇബോണി ലാറ്റണി എന്നും ഈ കുരങ്ങന്മാർ അറിയപ്പെടാറുണ്ട്. 21 പൗണ്ട് നീളവും 1.8 അടി നീളവും ഇവർ വരാറുണ്ട്. എന്നാൽ ശരീരത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ള വാലുകൾ അവക്കുണ്ട്. ഇലകളും പഴങ്ങളും പ്രധാന ഭക്ഷണമാക്കുന്ന ഇവ ചില സമയത്ത് പ്രാണികളെയും ഭക്ഷിക്കാറുണ്ട്. വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർ ഇന്ന് ഇന്തോനേഷ്യയിൽ മാത്രമാണ് കാണപ്പെടുന്നത്. മാത്രമല്ല അവിടെ അവർക്ക് വേണ്ടി പ്രത്യേക സെക്യൂരിറ്റി വരെയുണ്ട്. നമ്പർ 7, ഹൗളർ മങ്കി. സിംഹത്തിൻ്റെ ഗർജനത്തിൻ്റെ ലൈറ്റ് ഗർജനമുള്ള ഒരിനം കുരങ്ങ് വർഗ്ഗമാണ് ഹൗളർ മങ്കി. ഈയൊരു ഹൗളിംഗ് 3.1 മൈൽ ദൂരം വരെ കേൾക്കാറുണ്ട്. അമേരിക്കൻ കാടുകളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടാറുള്ളത്. 1.8 മുതൽ 3 അടി ഉയരം വരെ ഇവ വളരാറുണ്ട്. വ്യത്യസ്തമായ മുഖഭാവം ഉണ്ടാക്കാനും ഇവർ മിടുക്കന്മാരാണ്. ഇലകളാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. സംഭവം ടെറർ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ആളൊരു പാവാണ്. നമ്പർ 6, ഡസ്കി ലീഫ് മങ്കി. തായ്ലാൻഡ്, മലേഷ്യ പിന്നെ മ്യാൻമറിൽ കാണപ്പെടുന്ന ഒരിനം കുരങ്ങ് വർഗ്ഗമാണ് ഡസ്കി ലീഫ് മങ്കി. ചില സമയത്ത് ബ്രൗൺ നിറത്തിലും ചില സമയത്ത് കറുത്ത നിറത്തിലും ഇവ പ്രത്യക്ഷപ്പെടാറുണ്ട്. 1.3 മുതൽ 2 അടിയോളം നീളവും ഇവക്ക് വരാറുണ്ട്. പഴങ്ങളും ഇലകളും ഭക്ഷണമാക്കുന്ന ഇക്കൂട്ടർക്ക് 11 മുതൽ 19 കിലോ വരെ തൂക്കമുണ്ടാകും. മറ്റ് ചില കുരങ്ങന്മാരെ പോലെ ഇവയും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, പ്രധാന വില്ലൻ മനുഷ്യൻ തന്നെയാണ്. മനുഷ്യരുടെ വേട്ടയാടൽ മൂലമാണ് ഇവക്ക് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നാഷണൽ പാർക്കുകളിൽ മാത്രമാണ് ഇവയെ കാണാനാവുക. നമ്പർ 5, സ്പൈഡർ മങ്കി. മെക്സിക്കോയിലെയും ബ്രസീലിലെയും മഴക്കാടുകളിലാണ് സ്പൈഡർ കുരങ്ങന്മാരെ കാണപ്പെടുക. മറ്റു കുരങ്ങന്മാരെ അപേക്ഷിച്ച് വാലുകൊണ്ട് കൂടുതൽ അഭ്യാസം കാണിക്കുന്ന ഒരു കുരങ്ങന്മാരാണ് ഇക്കൂട്ടർ. പ്രധാനമായും പഴങ്ങൾ ഭക്ഷണമാക്കുന്ന ഇവ വിശന്നാൽ ചിലപ്പോൾ ഇലകളെയും പ്രാണികളെയും ഭക്ഷിക്കും. കുരങ്ങനല്ലേ പുള്ളേ. എന്തായാലും 24 കിലോയോളം തൂക്കം വരുന്ന ഇവ 1 മുതൽ 5 ഇഞ്ച് വരെ നീളം വരാറുണ്ട്. മറ്റു കുരങ്ങന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇവ കുറച്ചുകൂടി ഇൻ്റലിജൻ്റ് ആണ്. സ്പൈഡർ മങ്കീസ് ഇന്ന് വംശനാശം ഒന്നും നേരിടുന്നില്ല, പക്ഷേ അതിനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. നമ്പർ 4, കോട്ടൺ ടോപ്പ് ടമാറിൻ. വെറും 1.1 കിലോ ഭാരമുള്ള കുഞ്ഞൻ കുരങ്ങന്മാരാണ് കോട്ടൺ ടോപ്പ് ടമാറിൻ. തലയിലുള്ള വെള്ളരോമങ്ങളാണ് എളുപ്പത്തിൽ ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. കൊളംബിയൻ മഴക്കാടുകളിലാണ് ഇവയെ കൂടുതലായി കാണപ്പെടാറുള്ളത്. പ്രധാനമായും ഫ്രൂട്ട്സുകളാണ് ഇവയുടെ ആഹാരം. എന്നാൽ ചില സമയത്ത് പല്ലികളെയും ഓന്തുകളെയും ഇവ ഭക്ഷിക്കാറുണ്ട്. ആശയവിനിമയത്തിന് വേണ്ടി പ്രത്യേക സൗണ്ടുകൾ ഉണ്ടാക്കാനും ഈ കുരങ്ങന്മാർ മിടുക്കന്മാരാണ്. വിഷമകരമായ കാര്യം എന്തെന്നാൽ ഇവയും ഇനി അധികകാലം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അത്രയും വംശനാശം ഇവ നേരിടുന്നുണ്ട്. ഇന്ന് വെറും 6000 കുരങ്ങന്മാർ മാത്രമാണ് നിലവിലുള്ളത്. നമ്പർ 3, കിങ് കൊളാബസ്. വെസ്റ്റേൺ ബ്ലാക്ക് ഓർ വൈറ്റ് കൊളാബസ് എന്നും ഈ കുരങ്ങന്മാർ അറിയപ്പെടാറുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഐവറി കോസ്റ്റ്, സെനഗൽ എന്നീ രാജ്യങ്ങളിലാണ് ഈ കുരങ്ങന്മാരെ കൂടുതലായി കാണപ്പെടാറുള്ളത്. 2.2 അടി നീളവും 22.8 കിലോ ഭാരവും ഇതിനുണ്ടാവാറുണ്ട്. ഇലകൾ ഭക്ഷണമാക്കുന്ന ഇവ പഴങ്ങളും പൂക്കളും ഭക്ഷിക്കാറുണ്ട്. ഇവയും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരിനം കുരങ്ങുവർഗ്ഗമാണ്.
നമ്പർ 2 റെഡ് ഷാങ്ക്ഡ് ഡോഗ്. ഒരു സാധാരണ റെഡ് ഷാങ്ക്ഡ് ഡോഗിന് 21 കിലോ ഭാരവും 15 അടി നീളവും ഉണ്ടായിരിക്കും. എന്നാൽ ഇവരുടെ വാലിന് മാത്രം 22 മുതൽ 30 അടി നീളമുണ്ടാകും. കുരങ്ങന്മാരിലെ സുന്ദരൻ എന്നറിയപ്പെടുന്നത് ഈ കുരങ്ങന്മാരെയാണ്. മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറമുള്ള ഇവക്ക് സിൽവർ നിറത്തിലുള്ള താടിരോമവും ഉണ്ടായിരിക്കും. ഇലകൾ തന്നെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. മാത്രമല്ല ഏത് ഭക്ഷണവും പെട്ടെന്ന് ദഹിക്കുന്ന ശരീരപ്രകൃതിയാണ് ഇവരുടേത്. എന്നിരുന്നാലും ഇവയെ വേട്ടയാടുന്നത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും നിരോധിച്ചിരിക്കുകയാണ്. നമ്പർ 1 ജപ്പാനീസ് മൊഗോഗി. കട്ടിയുള്ള രോമമുള്ള ഈ കുരങ്ങന്മാർ ജപ്പാനിലാണ് കാണപ്പെടാറ്. സ്നോ മങ്കി എന്നും ഇവർ അറിയപ്പെടാറുണ്ട്. പ്രധാനമായും തണുപ്പുള്ള സ്ഥലത്ത് ജീവിക്കാനാണ് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത്. 20 ഡിഗ്രി നെഗറ്റീവ് സെൽഷ്യസിൽ വരെ വളരെ കൂളായി ജീവിക്കാൻ ഈ കുരങ്ങന്മാരെ കൊണ്ട് സാധിക്കും. 1.9 അടി നീളമുള്ള ഇവക്ക് 25 കിലോ ഭാരമുണ്ടാകും. ഇവക്ക് 1ാം സ്ഥാനം കൊടുത്തത് അവരുടെ ഇന്റലിജന്റ് കാരണമാണ്. അഴുകിയ ഭക്ഷണം കഴുകി വൃത്തിയാക്കിയാണ് ഇക്കൂട്ടർ ഭക്ഷിക്കുക. ഈ ഒരു ഇന്റലിജൻസ് കാരണം ന്യൂറോ സയൻസിന്റെ ആവശ്യത്തിന് വേണ്ടി ഇവയെ വേട്ടയാടപ്പെടാറുണ്ട്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഏതാനും ചില കുരങ്ങന്മാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. സോ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഏതൊരു ടോപ്പ് 10 വീഡിയോസിനെ കുറിച്ചും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.